ഈ +2 എക്സാം മാർച്ചിലല്ലേ? ഓൾ ദ ബെസ്റ്റ്. അത് കഴിഞ്ഞാലുടൻ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നതാണ് ബുദ്ധി. ഓ, ഡോക്ടറും എഞ്ചിനീയറും അതൊക്കെ പണ്ടല്ലേ. അപ്പൊ ഇന്നോ? ഇന്ന് ലോകം റൺസ് ഓൺ കോമേഴ്സ്. ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി. 21 വയസ്സിൽ ലൈഫ് സെറ്റ്. ലേൺ ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി കോഴ്സ് ഓൺലി ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. അപ്പൊ എങ്ങനെയാ? കോഴ്സ് ഇപ്പൊ തുടങ്ങും. +2 കോമേഴ്സ് തന്നെ ആവണമെന്നില്ല, സയൻസുകാർക്കും ചേരാം. ഹൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ പ്ലസ്. അങ്ങനെ നമ്മളെ ഫസ്റ്റ് ടൈം എക്സാം നമ്മളെ മുന്നിൽ എത്തിയിട്ടുണ്ട്. സോ നമ്മൾ ലാസ്റ്റ് സെഷനിൽ നമ്മളെ മെട്രിക്സ്, ഡിറ്റർമിനന്റ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രി, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, ഈ അത്രയും ചാപ്റ്റേഴ്സിന് നമ്മൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ സെഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് അതിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതിൽ തന്നെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് മാക്സിമം കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു പ്ലാനിലാണ് സാർ എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്നത്തെ സെഷൻ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നേരെ നമ്മളെ സെഷനിലേക്ക് എടുക്കാം. സോ നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സെക്കൻഡ് സീരീസ്, ഫൈനൽ സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇഫ് എഫ് ഫ്രം എക്സ് ടു വൈ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ ആക്ച്വലി ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. സോ ഓൺ ടു ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ നിങ്ങൾക്ക് അറിയാം? ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണെങ്കിൽ അവിടുത്തെ റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആയിരിക്കും. അറിയാമോ? റേഞ്ചും കോഡൊമൈനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ നമുക്കറിയാം റിലേഷൻ ഫ്രം എ ടു ബി ആണെങ്കിൽ ഈ ബീനെ കംപ്ലീറ്റ് വിളിക്കുന്ന പേരാണെന്ത്? കോഡൊമൈൻ. ഇനിയിപ്പോ റിലേഷൻ അല്ല, ഫംഗ്ഷൻ ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാലും ഈ ബി ആണ് കോഡൊമൈൻ. എക്സ് ടു വൈ ആണെങ്കിൽ വൈ ആണ് കോഡൊമൈൻ. സോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എക്സ് ടു വൈ ആണ്. സോ ഇത് ഓൺ ടു ആന്ന് പറഞ്ഞ്. സോ ഓൺ ടുവിന്റെ പ്രത്യേകത റേഞ്ച് എന്ന് പറഞ്ഞാൽ കോഡൊമൈൻ ഈക്വൽ ആണ്. ഈ കോഡൊമൈൻ്റെ വാല്യൂ ഇവിടെ വൈ ആണ്. സോ റേഞ്ചിന്റെ വാല്യൂ വൈ. ക്ലിയർ ആയോ? സോ 1 മാർക്ക് നമുക്ക് വളരെ ക്വിക്കായിട്ട് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റി. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി ഇന്നലത്തെ സെഷനിൽ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് എന്നൊക്കെ പ്രൂവ് ചെയ്യുന്ന ഒരു പാറ്റേൺ നമ്മൾ കണ്ടില്ലേ. ഇനി ജനറൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. സോ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഇവിടെ പ്രീ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാനും ഓൾറെഡി നമുക്ക് എക്സാമിലേക്ക് നമ്മൾ അടുത്തുകൊണ്ട് നിൽക്കാം. സോ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഞാൻ പ്രീ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. സോ നോക്കടാ, റിഫ്ലെക്സീവ് ആണെന്ന് നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറയാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ പറയുക? ഈ റിലേഷൻ ആക്ച്വലി ഞാൻ റിലേഷൻ എന്താണെന്ന് വായിച്ചിട്ടില്ല. സോ റിലേഷൻ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ ബി സച്ച് ദാറ്റ് 2 ഡിവൈഡ്സ് എ മൈനസ് ബി. സോ ഈ റിലേഷനിൽ ഏതൊരു പെയർ ഉണ്ടെങ്കിലും ആ പെയറിന്റെ ഡിഫറൻസ് എടുത്താൽ അയാൾ 2ൽ ഡിവിസിബിൾ ആയിരിക്കണം ഓർ 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 2ൽ ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ 2ന്റെ മൾട്ടിപ്പിൾ, അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? സോ ഗൈസ്, ഇവിടെ നമ്മൾ ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇൻ ദി സെറ്റ് സെഡ് ആണ്. ഇൻ ദി സെറ്റ് സെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിജർ ടു ഇൻഡിജർ ആണ് നമ്മളുടെ ഈ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇൻഡിജേഴ്സ് ടു ഇൻഡിജർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇങ്ങനെയുള്ള ഒരു ജനറൽ ക്വസ്റ്റ്യൻ നമ്മളോട്, അതായത് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഇത് ഇക്വാലൻസ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ റിലേഷൻ ഈസ് എൻ ഇക്വാലൻസ് റിലേഷൻ. ഇതൊരു ഇക്വാലൻസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. വിച്ച് മീൻസ് റിഫ്ലെക്സീവ് ആണെന്നും സിമെട്രിക് ആണെന്നും പിന്നെ ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ നോക്കടാ, നമ്മളില്ലേ റിഫ്ലെക്സീവ് പറയുമ്പോൾ എപ്പോഴും ഒരാൾ എടുത്തിട്ട് പറയാം. അപ്പോൾ ഇൻഡിജറിലുള്ള ഒരാൾ ഞാൻ എടുത്ത് എക്സ് എന്ന് വെക്കട്ടെ. ലെറ്റ് എക്സ് ബിലോങ്സ് ടു സെഡ്. ഇൻഡിജറിലുള്ള ഒരാളാണ് എക്സ്. ഈ എക്സ് ആരാ? ഏത് ഇൻഡിജർ വേണമെങ്കിലും ആവാം. സോ ഈ റിലേഷന്റെ പ്രത്യേകത എന്താ? ഡിഫറൻസ് എടുത്തിട്ട് 2ന്റെ മൾട്ടിപ്പിൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം അയാൾ അവിടെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ 6ഉം 8ഉം ഇവിടെ ഡിഫറൻസ് എത്ര? 2 ആ. അപ്പോൾ 6, 8 എന്ന് പറഞ്ഞാൽ ഈ റിലേഷനിൽ ഉണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ 10ഉം 5ഉം ഇവിടെ ഡിഫറൻസ് എത്ര? 5 ആ. ഇത് ഡിവിസിബിൾ അല്ല. അപ്പൊ എന്തില്ല? 10, 5 എന്ന് പറയുന്ന പേർ ഇതിലില്ല. സോ ഈ റിലേഷനിൽ ഉണ്ടെങ്കിൽ ആ ആളുകളുടെ ഡിഫറൻസ് എടുത്ത് എന്ത് കിട്ടണം? 2ൽ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ കിട്ടണം ഓർ 2ന്റെ മൾട്ടിപ്പിൾ കിട്ടണം. സോ റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഫോമിൽ ഒരാൾ റിലേഷനിൽ ഉണ്ടായി നമുക്ക് റിഫ്ലെക്സീവ് എന്ന് പറയാം എല്ലാ ആൾക്കാരും. അപ്പോൾ ഈ ഇൻഡിജേഴ്സ് മൊത്തം XX ഫോമിൽ ഉണ്ടാവണം. 1, 1, 2, 2, 3, 3, 4, 4, 5, 5, -1, -1, -1, -2, -2, -3, -3 അങ്ങനെ എല്ലാവരും ഈ റിലേഷനിലുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിജർ എന്താ പറയാ? ഈ റിലേഷൻ റിഫ്ലെക്സീവ് എന്ന് പറയാം. സോ ഈ എല്ലാ ആൾക്കാരും എഴുതാൻ എന്തായാലും പോസിബിൾ അല്ല. സോ നമ്മൾ ജനറലി ചെയ്യൽ എങ്ങനെ വെച്ചാൽ ഇൻഡിജറിലുള്ള ഒരാൾ എടുക്കും. അതാണ് നമ്മൾ ലെറ്റ് എക്സ് ബിലോങ്സ് ടു സെഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇൻഡിജറിലുള്ള ഒരാളാണ് എക്സ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഇവിടുത്തെ കൺസെപ്റ്റ് എന്താ? XX എന്ന് പറയുന്ന ആള് റിലേഷനിൽ ഉണ്ടാവണമെങ്കിൽ ആ ഡിഫറൻസ് എടുത്താൽ കിട്ടുന്ന ആള് 2ൽ ഡിവിസിബിൾ ആയിരിക്കണം. നമ്മളിപ്പോൾ ഇല്ലടാ എക്സ് മൈനസ് എക്സ് ചെയ്ത് എക്സ് മൈനസ് എക്സ് എന്താ? 0. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ 2ൽ ഡിവിസിബിൾ ആ. 0/2 എന്ന് പറഞ്ഞാൽ 0 തന്നെ. അപ്പൊ എന്ത് മനസ്സിലായി? എക്സ് മൈനസ് എക്സ് 0 ആയതുകൊണ്ട്
എക്സ് എക്സ് എന്ന് പറയുന്ന ആളുണ്ടാവും. ഈ എക്സ് ആരാ? ഇൻഡിജറിലുള്ള ഏത് നമ്പർ ആവാം. അപ്പൊ ഇൻഡിജേഴ്സിലുള്ള എല്ലാവരും എക്സ് എക്സ് ഫോമിൽ നമ്മളെ റിലേഷനിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക. സോ നമുക്ക് പറയാം നമ്മളുടെ റിലേഷൻ എന്ത് റിലേഷനാ? റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. എന്താടാ? റിഫ്ലെക്സീവ് ആണെന്ന് മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? ഇനി സിമെട്രിക് ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ സിമെട്രിക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എപ്പോൾ രണ്ടാൾക്കാരെ പിക്ക് ചെയ്യണം. ഇപ്പൊ ഞാൻ റിഫ്ലെക്സീവ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരാളെ വെച്ചിട്ട് സംസാരിച്ച് സിമെട്രിക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി 2 പേരെ പിക്ക് ചെയ്യണം. ലെറ്റ് എക്സ് കോമ വൈ, 2 ആൾക്കാരെ ഞാൻ പിക്ക് ചെയ്ത്. എക്സ് വൈ എന്ന് പറയുന്ന 2 ആൾക്കാർ. ഇത് ഏതാ? ഏത് 2 ഇൻഡിജർ ആയാലും കുഴപ്പമില്ല. ഓക്കെ, എന്താ സിമെട്രിക്കിന്റെ ഡെഫിനേഷൻ? എക്സ് വൈ ഉണ്ടെങ്കിൽ വൈ എക്സ് വേണം എന്നാണ് സിമെട്രിക്കിന്റെ ഡെഫിനേഷൻ. മക്കളെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാട്ടോ, നമ്മൾ ഓൾറെഡി നമ്മൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലൈവ് സെഷൻസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഐഡിയ ഇല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ എക്സാമിന്റെ ഒരു മൂട്ടിലെത്തിയിട്ടുണ്ട് അല്ലേ? എക്സാമിനോട് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എക്സാം കഴിഞ്ഞിട്ടായാലും നിങ്ങൾ ഈ ചാപ്റ്റർ കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ നമ്മളെ ലൈവ് സെഷൻസ് പോയിട്ട് എന്ത് ചെയ്യുക? ചെക്കൗട്ട് ചെയ്യുക. പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സോ നമുക്കിപ്പോൾ ടൈം വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, കുറച്ച് ഐഡിയ ഉള്ള ആളുകൾക്ക് കൃത്യമായിട്ട് പിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഇനി തീരെ ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ ഐഡിയാസ് കിട്ടുന്ന രീതിയിൽ ഞാൻ അവിടെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. മാക്സിമം കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം കണ്ടൻസ് നിങ്ങൾക്ക് എത്തിക്കുക എന്നൊരു വലിയൊരു ഒരു ദൗത്യമാണ് ഞാൻ ഏറ്റെടുത്തുള്ളത്. ക്ലിയർ അല്ലേ? സോ ഗൈസ്, എക്സ് വൈ എന്ന് പറയുന്ന 2 ആൾക്കാർ ഞാൻ പിക്ക് ചെയ്ത്. എക്സ് കോമ വൈ 2 ആൾക്കാർ. ഇതാരാ? ഏത് 2 ഇൻഡിജർ ആയാലും കുഴപ്പമില്ല. ഇനി എക്സ് വൈ എന്ന് പറയുന്ന ആള് റിലേഷനിൽ ഉണ്ടെങ്കിൽ, റിലേഷനിൽ ആരുണ്ടെങ്കിലും ഒരു 2 ഡിവിസിബിൾ ആയിരിക്കും. സോ എക്സ് വൈ ഉണ്ടെങ്കിൽ അതിനർത്ഥം 2 ഡിവൈഡ്സ് എ ബി എക്സ് മൈനസ് വൈ. എക്സ് വൈ എന്ന് പറയുന്ന പേര് ആ റിലേഷനിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന ആള് 2 ഡിവിസിബിൾ ആയിരിക്കും. ഇതിലാർക്കും സംശയമില്ലല്ലോ. സിമ്പിൾ അല്ലേ അല്ലേ? ഓക്കെ, കാരണം എന്താ? റിലേഷനിൽ ഉണ്ടെങ്കിൽ എപ്പോഴും ആ ആൾക്കാർ ഡിഫറൻസ് എടുത്താൽ കിട്ടുന്ന ആള് ഡിവിസിബിൾ ആയിരിക്കും. അപ്പൊ ഞാൻ ഉണ്ടെങ്കിൽ എന്ന അസംഷനിൽ സ്റ്റാർട്ട് ചെയ്ത് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഡിവിസിബിൾ ആയിരിക്കും. ഇതാണ് ഇവിടുത്തെ ഡെഫിനിഷൻ. കുഴപ്പമില്ലല്ലോ. ഇനി അവിടെ വൈ മൈനസ് എക്സ് എന്ന് പറയുന്ന ആൾ ഇപ്പൊ നോക്കണേ, 5 മൈനസ് 3 3 മൈനസ് 5 ഇത് തമ്മിലുള്ള ബന്ധം എന്താ? അല്ലെങ്കിൽ 7 മൈനസ് 3യും 3 മൈനസ് 7 ഇത് തമ്മിലുള്ള ബന്ധം എന്താ? 7 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 4 ആണ്. 3 മൈനസ് 3 പറഞ്ഞാൽ മൈനസ് 4 ആണ്. അതായത് 7 മൈനസ് 3 എന്ന് പറയുന്ന ആള് 3 മൈനസ് 7ന്റെ നെഗറ്റീവ് വാല്യൂ. തിരിച്ചും പറയാം, 3 മൈനസ് 7 എന്ന് പറയുന്ന ആള് 7 മൈനസ് 3 എന്നാണോ അതിന്റെ നെഗറ്റീവ് വാല്യൂ. അതേപോലെ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് വൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ എന്താണോ അതിന്റെ നെഗറ്റീവ് വാല്യൂ. അപ്പോൾ ഓൾറെഡി എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന ആൾ 2 ഡിവിസിബിൾ ആണ്. അപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം, എക്സ് മൈനസ് വൈന്റെ വാല്യൂ ഒരു 24 ആണെന്ന് എനിക്ക്. 24 2 ഡിവിസിബിൾ അല്ലേ? അപ്പോൾ വൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായാലും -24 ആയിരിക്കും. 24 2 ഡിവിസിബിൾ ആണെങ്കിൽ -24 2 ഡിവിസിബിൾ ആണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. സോ നമുക്ക് എന്ത് പറയാം? വൈ മൈനസ് എക്സ് എന്ന് പറയുന്ന ആള് ഓൾറെഡി നമ്മൾ എടുത്ത എക്സ് മൈനസ് വൈന്റെ നെഗറ്റീവ് വാല്യൂ. അപ്പൊ ഉറപ്പായിട്ടും വൈ മൈനസ് എക്സും 2 ഡിവിസിബിൾ ആയിരിക്കും. എപ്പോഴും വൈ മൈനസ് എക്സ് ഡിവിസിബിൾ ആവില്ല. എപ്പോഴാ? എക്സ് മൈനസ് വൈ ഡിവിസിബിൾ ആണെങ്കിൽ. അപ്പൊ എക്സിന്നും വൈ ഡിഫറൻസ് എടുക്കുമ്പോൾ 2 ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചു ചെയ്താലും കിട്ടും. ഒന്ന് പോസിറ്റീവോ ഒന്ന് നെഗറ്റീവോ അത്രേ ഉള്ളൂ. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ളത് വൈ മൈനസ് എക്സ് എന്ന് പറയുന്ന ആള് എന്താണ്? എക്സ് മൈനസ് വൈന്റെ നെഗറ്റീവ് വാല്യൂ. സോ വൈ മൈനസ് എക്സ് 2 ഡിവിസിബിൾ ആയിരിക്കും ഇഫ് എക്സ് വൈ അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ 2 ഡിവിസിബിൾ ആണെങ്കിൽ. സോ അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ നമ്മൾ പറയുന്ന മൊത്തം കൺക്ലൂഷൻ എന്താ? എക്സ് വൈ എന്ന് പറയുന്ന പെയർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വൈ എക്സ് എന്ന് പറയുന്ന പെയർ ആ റിലേഷനിൽ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടെങ്കിലാണ് നമ്മൾ പറയാ ആ റിലേഷൻ സിമെട്രിക് ആണെന്ന് നമ്മൾ പറയാ. സോ റിഫ്ലെക്സീവ് ആണെന്നും സിമെട്രിക് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത്. അപ്പൊ ചില ആൾക്കാർ ആലോചിക്കുന്നുണ്ടാവും, അപ്പൊ എക്സ് വൈ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞോണ്ടല്ലേ, ഇല്ലെങ്കിലോ അല്ലെ? ഇല്ലെങ്കിൽ എന്താ പ്രശ്നമില്ല, ഉണ്ടെങ്കിലാണ് വൈ എക്സ് വേണ്ടത്. വൈ എക്സ് വേണ്ടത് എപ്പോഴാണ്? എക്സ് വൈ ഉണ്ടാകുമ്പോഴാണ് വൈ എക്സ് വേണ്ടത്. എക്സ് വൈ ഇല്ലെങ്കിൽ അതിനെ പറ്റി അന്വേഷിക്കേണ്ട, അതെന്തായാലും സിമെട്രിക് ആയിരിക്കും. അത് അവിടുത്തെ ഡെഫിനിഷൻ ആണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്താണ് ട്രാൻസിറ്റീവിന്റെ കാര്യം. ട്രാൻസിറ്റീവിന്റെ കാര്യം അതിലേറെ ഗംഭീര. നമ്മൾ ഓൾറെഡി 2 പേരെ വെച്ചിട്ടാണ് സിമെട്രിക് പറഞ്ഞത്, ഒരാളെടുത്തിട്ട് റിഫ്ലെക്സീവ് പറഞ്ഞത്. ഇനി ട്രാൻസിറ്റീവ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി 3 ആൾക്കാർ നമ്മൾ പിക്ക് ചെയ്യണം, എക്സും വൈയും കൂടാണ്ട് സെഡ്. സോ ട്രാൻസിറ്റീവിന്റെ ഇഫ് എന്താ? ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ എന്താ? എക്സ് വൈയും വൈ സെഡും ഉണ്ടെങ്കിൽ എക്സ് സെഡും ആണെന്നാ. ഇങ്ങനെ എക്സ് വൈയും വൈ സെഡും ഉണ്ടെങ്കിൽ എക്സ് സെഡ് വേണം. സോ എക്സ് വൈയും വൈ സെഡും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എക്സ് വൈ ഉണ്ടാവാന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞ ആള് എക്സ് മൈനസ് വൈയിൽ ഡിവിസിബിൾ ആയിരിക്കണം. വൈ സെഡ് ഉണ്ടാന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞ ആള് വൈ മൈനസ് സെഡിലും ഡിവിസിബിൾ ആയിരിക്കണം. അതായത് എക്സ് മൈനസ് വൈ ആവട്ടെ വൈ മൈനസ് സെഡ് ആവട്ടെ, ഇത് രണ്ടും 2 ഡിവിസിബിൾ ആണ്. മനസ്സിലാക്കാണ് ഞാൻ കുറച്ച് എക്സാമ്പിൾ പറയുകയാണെ. എക്സ് മൈനസ് വൈ ഒരു 20 ആണെന്ന് വിചാരിക്കാം,
വൈ മൈനസ് സെഡ് ഒരു 16 ആണെന്ന് വിചാരിക്കുക. സോ ഈ രണ്ടാൾക്കാർ 2 ഡിവിസിബിൾ അല്ലേ? 2 ഡിവിസിബിൾ ആയിട്ടുള്ള രണ്ടാൾക്കാർ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൾ എന്തായാലും 2 ഡിവിസിബിൾ ആയിരിക്കും. 2 ഡിവിസിബിൾ ആവുന്നതാണ്, ഓർ സിംപ്ലി പറയാം ഈവൻ നമ്പർ. 2 ഈവൻ നമ്പർ ആഡ് ചെയ്ത് എന്തായാലും ഈവൻ അല്ലേ കിട്ടുള്ളൂ. കറക്റ്റ് അല്ലേ? സോ എക്സ് മൈനസ് വൈയും വൈ മൈനസ് സെഡും ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 ഈവൻ നമ്പേഴ്സ് ആഡ് ചെയ്യില്ല. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടും നോക്കണേ. അവിടെ നിങ്ങൾക്ക് ഒരു മൈനസ് വൈയും പ്ലസ് വൈ നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു മൈനസ് വൈ പ്ലസ് വൈ ഇത് സംഭവിക്കും. മൈനസ് വൈ പ്ലസ് വൈ കട്ടാവും. ഇത് കട്ടായാൽ പിന്നെ ബാക്കിയുള്ള ആൾക്കാർ മാത്രം എഴുതി നോക്ക്, എക്സ് ഉണ്ട് മൈനസ് സെഡ് ഉണ്ട്. അതായത് 2 ഈവൻ നമ്പർ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ ആൾ എക്സ് മൈനസ് സെഡാ. അപ്പൊ 2 ഈവൻ നമ്പർ ആഡ് ചെയ്താൽ എന്തായാലും വേറൊരു ഈവൻ നമ്പറാ കിട്ടുക. അതായത് എക്സ് മൈനസ് സെഡ് ഒരു ഈവൻ നമ്പറാ. അതായത് എക്സ് മൈനസ് സെഡ് 2 ഡിവിസിബിളാ. അങ്ങനെ ആണെങ്കിൽ എക്സ് സെഡ് എന്ന് പറയുന്ന ആളെ റിലേഷനിൽ ഉണ്ട്. അപ്പൊ നമ്മൾ അസംഷൻ എന്താ? എക്സ് വൈ വൈ സെഡ് ഉണ്ടെങ്കിൽ ആരുണ്ടാവും? എക്സ് വൈ വൈ സെഡ് ഉണ്ടെങ്കിൽ ആരുണ്ടാവും? എക്സ് സെഡ് എന്ന് പറഞ്ഞ ആളുണ്ടാവും. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം therefore R is transitive. സോ ഗൈസ് നമ്മളെ റിലേഷൻ റിഫ്ലെക്സീവ് ആയിരുന്നു, സിമെട്രിക് ആയിരുന്നു, ട്രാൻസിറ്റീവ് ആയിരുന്നു. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഇംപ്ലൈസ് ഇറ്റ് ഈസ് ആൻ ഇക്വിവാലൻസ് റിലേഷൻ. ഈ റിലേഷൻ എന്താടാ? ഇക്വിവാലൻസ് റിലേഷൻ ആണ്. സെറ്റ് അല്ലേ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. വളരെ അടിപൊളിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു ക്വസ്റ്റൻ ആണ്. 6 മാർക്കിനൊക്കെ ഈ ക്വസ്റ്റൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. 4 മാർക്ക് രണ്ടും കൂടെ ആകുമ്പോൾ ചിലപ്പോൾ ഒരു ബി പാർട്ടൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഒരു സി പാർട്ടൊക്കെ വന്നിട്ട് 6 മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്യാം. ഇത് മാത്രമാണെങ്കിൽ ഒരു 4 മാർക്ക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ? സോ ഗൈസ് മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്നാണ്. ടാൻ ഇൻവേഴ്സ് 2 cos 2 സൈൻ ഇൻവേഴ്സ് വലിയൊരു സംഭവം വന്നിട്ടുണ്ട്. സോ ഇതിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? അവിടെ സൈൻ ഇൻവേഴ്സ് 1/2 നിങ്ങൾക്ക് പരിചയമുണ്ടോ? സൈൻ ഇൻവേഴ്സ് 1/2 മീനിങ് എന്താ? സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ സൈന് എപ്പോഴാണോ 1/2 ആവുന്നത് ആ പോയിന്റ് ആണ് സൈൻ ഇൻവേഴ്സ് 1/2. സോ സൈൻ എപ്പോഴാണ് 1/2 ആവുന്നത്? π/6 അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? 2 ഇൻറ്റു ആ ഒരു 1/2 വരുന്ന ആ ഒരു പോയിന്റ്, അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ നമുക്ക് π/6 കൊടുക്കാം. 2 ഇൻറ്റു π/6. ഈ 6ഉം 2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സാ? കട്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സാ. സോ π/3 എന്ന് കിട്ടും. ഇനി cos π/3 നിങ്ങൾക്ക് പരിചയമുണ്ടടാ. cos π/3 എന്ന് പറഞ്ഞാൽ എത്ര? cos 60 ആണ്. cos 60ന്റെ വാല്യൂ 1/2 ആണ്. ഈ 2ഉം 1/2 കട്ട് ചെയ്യുമ്പോൾ അവിടെ 1 മാത്രം ബാക്കിയാവും. ടാൻ ഇൻവേഴ്സ് 1ന്റെ വാല്യൂ π/4. അത്ര ക്വിക്കായിട്ട് നമ്മൾ ചെയ്ത് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഞാൻ അതുകൊണ്ട് ഓൾറെഡി കുറേ കാര്യങ്ങൾ ഇവിടെ പ്രീസെറ്റ് ചെയ്ത് വെച്ചാട്ടോ. സോ ഗൈസ് മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ആക്ച്വലി നമ്മളുടെ എന്താണ്? റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് തന്നെയാണ്. സോ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ബൈജക്റ്റീവ് ആണെന്ന് പറയണം. ഓൾറെഡി നമ്മൾ ഇന്നലെ ബൈജക്റ്റീവിന്റെ കാര്യം ഡിസ്കസ് ചെയ്താണ്. വീണ്ടും ഞാനൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. സോ ബൈജക്റ്റീവ് ആണെന്ന് പറയില്ല. എങ്ങനെ? എഫ് ഓഫ് എക്സിനെ നിങ്ങൾ എഫ് ഓഫ് x1 എഫ് ഓഫ് x2 എന്ന് പറഞ്ഞ 2 ആൾക്കാരെ നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം. ഇത് രണ്ടും ഈക്വൽ ആകുന്ന ആ ഒരു ഇൻസ്റ്റന്റിൽ അവസാനം നിങ്ങൾക്ക് x1 is equal to x2 എന്ന് കിട്ടണം. അങ്ങനെ ഓർമ്മ ഉണ്ടോ? എഫ് ഓഫ് x1 is equal to എഫ് ഓഫ് x2 എന്ന് നമ്മൾ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് അവസാനം നമുക്ക് എന്ത് കിട്ടണം? x1 is equal to x2 എന്ന് കിട്ടണം. സോ എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ 4x1 plus 5 is equal to 4x2 plus 5. ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. എഫ് ഓഫ് x1ന്റെ വാല്യൂ ഇവിടെ കൊടുത്ത് എഫ് ഓഫ് x2ന്റെ വാല്യൂ ഇവിടെ കൊടുത്ത് ഇത് രണ്ടും ഈക്വൽ ആവുന്ന സമയം അപ്പോൾ നമുക്ക് രണ്ട് സ്ഥലത്തും +5 കട്ട് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 4x1 ഈക്വൽ ടു 4x2 എന്നും വീണ്ടും നമ്മളിവിടെ 4 കട്ട് ചെയ്യുമ്പോൾ x1 is equal to x2 എന്നും കിട്ടും. ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് പറയാം ഇംപ്ലൈസ് എഫ് ഈസ് 1 അതായത് നിങ്ങൾ എഫ് ഓഫ് x1 is equal to എഫ് ഓഫ് x2 സ്റ്റാർട്ട് ചെയ്ത് അവസാനം x1 is equal to x2 എന്ന് കിട്ടണം. പോളിനോമിയൽസ് ഇൻ 1 ഡിഗ്രി ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് എന്തായാലും 1 ആയിരിക്കും കേട്ടോ. അതിൽ നിങ്ങളൊരു കൺഫ്യൂഷൻ വേണ്ട. സോ റിയൽ നമ്പർ ടു റിയൽ നമ്പർ കാണെങ്കിൽ സോ ഇയാൾ എന്താണ് 1 ഫംഗ്ഷൻ നമുക്ക് മനസ്സിലായി. ഇനി ഓൺ ടു ആൻ ചെയ്യാനുള്ള പ്രൊസീജിയർ എന്താ? ഈ y is equal എഫ് ഓഫ് എക്സ് എഴുതാ. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എന്താണ് അത് എഴുതാ. ഇനി എക്സിനെ ഫ്രീ ആക്കണം. സോ 4x + 5 ഉണ്ട്. ഈ +5 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? -5 ആവും. സോ y എന്ന പ്ലേസിലേക്ക് -5 വരും. അപ്പുറത്ത് 4x ഉണ്ട്. ഇത് ഞാൻ തിരിച്ച് എഴുതിട്ടോ. സോ x is equal to നമുക്ക് എന്ത് കിട്ടിയടാ? y - 5 ഡിവൈഡഡ് ബൈ 4. ഇനി ഓൺ ടു ആണോ ഇല്ലേ ചെക്ക് ചെയ്യുക. 1 ഓൺ ടു ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇയാൾ ബൈജക്റ്റീവ് എന്ന് പറയാം. ഓൺ ടു ആണോ ഇല്ലെന്ന് തന്നെ ചെക്ക് ചെയ്യുക. ഓൺ ടുവിന്റെ കൺസെപ്റ്റ് എന്താ? ഇത് റിയൽ നമ്പർ ടു റിയൽ നമ്പർ ഡിഫൈൻ ചെയ്ത് ഇവിടെയും റിയൽ നമ്പറാ ഇവിടെയും റിയൽ നമ്പറാ. സോ ഇവിടെ ഏത് വാല്യൂ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്ത് 6 കൊടുത്ത്. ഇപ്പോൾ എന്ത് കിട്ടി? വൈക്ക് 6 കൊടുത്തിട്ടോ.
6 മൈനസ് 5/4 1/4 ഇവിടെ 1/4 ഉണ്ടല്ലോ, റിയൽ നമ്പറിൽ 1/4 ഇല്ലേ? സോ 1/4ന്റെ ആരോ 6ലേക്ക് പോകും. സോ നിങ്ങൾ ഏത് വാല്യൂ എടുത്താലും കറസ്പോണ്ടിങ് ഒരു പ്രീ ഇമേജ് ഉണ്ടാവും. സോ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം, ഏതെങ്കിലും വൈ വാല്യൂ കൊടുക്കുമ്പോൾ റിയൽ നമ്പറിൽ ഇല്ലാത്ത ആൾ കിട്ടുമോ? അതായത് ഇവിടെയുള്ള ഏതെങ്കിലും വൈ വാല്യൂ കൊടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ പ്രീ ഇമേജ് ഉണ്ടാവരുത്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതിൽ നാച്ചുറൽ നമ്പർ ഇല്ലാത്ത കേസൊക്കെ 1/3 തോന്നുന്നുണ്ട്, അങ്ങനത്തെ കേസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ നിങ്ങൾ ഏത് വാല്യൂ കൊടുത്താലും മക്കളെ ഈ പറഞ്ഞ ആള് റിയൽ നമ്പറിലുള്ള ആളെ കിട്ടുള്ളൂ. ഇംപ്ലൈസ് ഈ ഫംഗ്ഷൻ എന്താണ്? ഓൺ ടു ആണ് ഫംഗ്ഷൻ. അപ്പോൾ 1 1 ഓൺ ടു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം therefore f is എന്താന്ന് പറയാ? ബൈജക്റ്റീവ് ആണെന്ന് പറയാം. നമ്മളെ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാ? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ക്ലിയർ അല്ലേ? സോ 1 1 ആയിരുന്നു, ഓൺ ടു ആയിരുന്നു, അതുകൊണ്ട് ഇയാൾ ബൈജക്റ്റീവാ. നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി ഇയാളുടെ ഇൻവേഴ്സ് കാണാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഇൻവേഴ്സ് കാണാൻ വേണ്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ശ്രദ്ധിക്കണേ, ഇൻവേഴ്സ് കാണാൻ വേണ്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ പറയുക? ഇയാളില്ലേ എക്സ് ഇസ് ഈക്വൽ ടു, അയാളെ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അയാൾ എക്സ് ഇസ് ഈക്വൽ ടു y മൈനസ് 5/4, അതായത് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് ആളെ കിട്ടിയില്ലേ, അതിൽ എഫ് ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ ഈ വൈയുടെ പ്ലേസിൽ എക്സ് കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെ ഉണ്ടാവാം? y മൈനസ് 5/4 എന്നുള്ളത് മാറ്റിയിട്ട് നിങ്ങൾ എങ്ങനെ പറയാ? എക്സ് മൈനസ് 5/4, അത്രേ ഉള്ളൂ. എക്സ് മൈനസ് 5/4 ഇതാണ് എഫിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്ന ആള്. ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനം കേട്ടോ. അതായത് നിങ്ങൾ എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് അവസാനം ഓൺ ടുവിന്റെ ലാസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ എക്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ, ആ എക്സ് എന്ന് പറയുന്ന ആള് എന്താണോ ആ ആളിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടി എക്സ് ഇസ് ഈക്വൽ ടു 3 മൈനസ് y/6 ഇങ്ങനെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എഫ് ഇൻവേഴ്സ് എന്താ വെച്ചാൽ നിങ്ങൾ എന്താ പറയണ്ടേ? 3 മൈനസ് x/6. ഈ വൈനെ മാറ്റി നിങ്ങൾ എക്സ് കൊടുത്ത് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. ഒരു ബുദ്ധിമുട്ടില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യനാ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൺ ടു ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. സോ എഫിന്റെ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിച്ച്, ഇനി എഫ് ഇൻവേഴ്സ് 11 ചോദിച്ചിട്ടുണ്ട്. സോ എഫ് ഇൻവേഴ്സ് എക്സ് കിട്ടിയോണ്ട് ഈ എക്സിന്റെ പ്ലേസിൽ നിങ്ങൾ എന്ത് വാല്യൂ ആണോ കൊടുക്കുന്നത് ആ വാല്യൂ കിട്ടും. എഫ് ഇൻവേഴ്സ് 11 എന്ന് പറഞ്ഞാൽ അവിടെ 11 കൊടുക്കുക. സോ എന്ത് കിട്ടും? 11 മൈനസ് 5/4. 11 മൈനസ് 5 എത്ര? 11 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ 6/4. സോ 6/4 നമുക്ക് വേണമെങ്കിൽ 3/2 എന്ന് വിളിക്കാം. സോ എഫ് ഇൻവേഴ്സ് 11 എത്ര? 3/2. ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. സോ ഇത്ര മാത്രമേ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നോക്കണേ, 6 മാർക്ക് ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എൻ്റെ ഒരു വിശ്വാസം. സോ ABC നമ്മളിവിടെ സോൾവ് ചെയ്ത്, ഇനി ഒരു ഗ്രാഫ് വന്നിട്ട് ഈ ഗ്രാഫിന്റെ ഫംഗ്ഷൻ ഏതാണെന്നും ഡൊമൈൻ ഏതാണെന്നും റേഞ്ച് ഏതാണെന്നും ചോദിച്ചിട്ടുണ്ട്. ഈ ഗ്രാഫ് ഏത് ഫംഗ്ഷന്റെ ഗ്രാഫാണ്, ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താ, ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്താ, ഇത്രയാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഗൈസ്, ഡൊമൈൻ ചോദിച്ചാൽ നിങ്ങൾ എക്സ് ആക്സിസിൽ നോക്കുക. എക്സ് വാല്യൂ ഏത് മുതൽ ഏത് വരാം? -1 മുതൽ 1 വരെ ഉള്ളത് അല്ലേ. സോ ഈ ഗ്രാഫ് നോക്ക്, ഈ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ? സോ ഈ ഗ്രാഫ് എക്സ് ആക്സിസിൽ -1ലും 1ന്റെ ഇടയിലാണ് ഇത് നിൽക്കുന്നത്. -1ന് അങ്ങോട്ടേക്ക് ഒരു വാല്യൂ പോലും ഗ്രാഫ് പോകണില്ല, 1ന്റെ അപ്പുറത്തേക്ക് ഒരു വാല്യൂ പോലും ഗ്രാഫ് പോകണില്ല. ഗ്രാഫിന്റെ എൻഡ് വരുന്നത് -1 1ലാണ്. സോ ഡൊമൈൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാം? -1 to 1 എന്ന് പറയാം. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ അല്ലടാ? സോ -1 to 1 ആണ് ഇവിടുത്തെ ഡൊമൈൻ വരുന്നത്. റേഞ്ച് ചോദിച്ചാൽ നിങ്ങൾ y ആക്സിസിലേക്ക് നോക്കാം. ഈ ഗ്രാഫിന്റെ ഏറ്റവും ലോവസ്റ്റ് y വാല്യൂ -π/2, പീക്കിൽ വരുന്നത് +π/2. സോ നമുക്ക് എന്ത് പറയാം? റേഞ്ച് ഇസ് ഈക്വൽ ടു -π/2 to π/2. ഇതാണ് റേഞ്ച് വരുന്നത്. സോ ഇനി ആലോചിച്ച് നോക്ക്, -π/2 to π/2 റേഞ്ചും -1 to 1 ഡൊമൈൻ വരുന്ന ആളാരാ? നിങ്ങൾ സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്, ഇങ്ങനെ 6 ആൾക്കാർ പഠിക്കുന്നുണ്ട്. സോ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളാരാ? യെസ്, സൈൻ ഇൻവേഴ്സ് എക്സാ. ഇതൊക്കെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിന്റെ ഒരു വൺ ഷോട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് കറക്റ്റ് ഐഡിയ കിട്ടും. വളരെ ക്രിസ്പ് ആയിട്ട് ആ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡീറ്റെയിൽ ആയിട്ട്, എന്നാൽ ഒരുപാട് ടൈം എടുക്കാണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, നമുക്ക് പറയാം therefore here f is equal to f of x, അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? Here the function f of x is equal to sin inverse x. sin inverse x ന്റെ ഗ്രാഫ് ആണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് ആണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? സോ ഇനി ഈ ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്ത്, ഇനി ഇതിന് പകരം 0 to π ആണ് വരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് നോക്കാം? ഡൊമൈൻ -1 to 1 ഗ്രാഫ് ഇങ്ങനെ 0 മുതൽ π വരെ ഇങ്ങനെ പോവാണ്. നിങ്ങൾക്ക് എന്ത് പറയാം? ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആരെ ഗ്രാഫാ? കോസ് ഇൻവേഴ്സ് എക്സ്. സോ ഡൊമൈനും റേഞ്ച് നോക്കി നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഗൈസ്, മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് 2-3 മെട്രിക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറേ വാല്യൂസ് കാണാൻ പറ്റും. സോ
ഇവിടെ ഈക്വൽ ടു ഇക്വാലിറ്റി കൺസെപ്റ്റ് ഉണ്ട്, അതേപോലെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അഡിഷൻ ഉണ്ട്, ഒരുപാട് കൺസെപ്റ്റ് ഈ ക്വസ്റ്റ്യനിൽ മിക്സ്ഡാണ്. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. എല്ലാവരും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ എന്ത് കിട്ടും? 3x 3y 3z 3w അല്ലേ, എല്ലാവരും 3 ടൈംസ് ആയിട്ട് മാറും. ഇനി ഇത് രണ്ടും ആഡ് ചെയ്യണം. എക്സും 4ഉം ആഡ് ചെയ്യുമ്പോൾ x + 4, ദെൻ x + y-ലേക്ക് 6 ആഡ് ചെയ്യുമ്പോൾ x + y + 6 എന്ന് കിട്ടും. ദെൻ z + w-ലേക്ക് -1 ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടും. ദെൻ 2w + 3 അങ്ങനെ കിട്ടും. സോ ഈ രണ്ടാൾക്കാർ ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യൽ ഭയങ്കര സിമ്പിളാണ്, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. 3x പ്ലേസിലുള്ള ആളാണ് x + 4. സോ 3x വാല്യൂ x + 4. ഇത് സോൾവ് ചെയ്ത് നോക്കിയാലോ. 3x = x + 4 ആണെങ്കിൽ നമുക്ക് എന്ത് പറയടാ, ഈ x ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് കിട്ടും? 3x - x ആവും, ഈക്വൽ ടു 4 എന്ന് കിട്ടും. സോ 2x = 4 എന്നും എക്സിന്റെ വാല്യൂ 2 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? എക്സിന്റെ വാല്യൂ എന്നിട്ട് 2 എന്ന് കിട്ടി. ഇനി അടുത്തത് സോൾവ് ചെയ്യുമ്പോൾ അടുത്തത് എന്താ? ഇപ്പോൾ അടുത്ത് നമ്മൾ നോക്കുമ്പോൾ 3y ഉണ്ട്, അതിൻ്റെ പ്ലേസിൽ x + y + 6 ആ. സോ അതാണ് 3y = x + y + 6. ബട്ട് എക്സിന്റെ വാല്യൂ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. സോ ആ വാല്യൂ അടുത്ത സ്റ്റെപ്പിൽ കൊടുക്കുക. ഈ വൈനെ ഇങ്ങോട്ട് കൊണ്ടുപോവാം. സോ ഈ y + y ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? -y ആവും. സോ 3y എന്ന് പറയുന്ന ആളുടെ സ്ഥലത്തേക്ക് +y പോകുമ്പോൾ എന്താവും? -y = എക്സിന്റെ വാല്യൂ ഓൾറെഡി നമ്മൾ 2 എന്ന് കണ്ടുപിടിച്ച്. സോ 2 + 6 3y - y എന്ന് പറഞ്ഞാൽ 2y ആണ്. 2yയുടെ വാല്യൂ 8 എന്നും yയുടെ വാല്യൂ 4 എന്നും ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ എക്സിന്റെ വാല്യൂ കിട്ടി, yയുടെ വാല്യൂ കിട്ടി. ഇനി നോക്കണേ, ഇനി അടുത്ത ആളാണ് w. അടുത്ത ആൾ w ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ z + w + 1 എന്ന് പറയുന്ന ആൾ 3z ആണെന്നും, അതേപോലെ 2w + 3യുടെ വാല്യൂ 3w ആണെന്ന് കിട്ടും. സോ 3w എന്ന് പറഞ്ഞാൽ 2w + 3 ആണെന്ന് മനസ്സിലായി. സോ ഈ 2w ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? മൈനസ് ആവില്ലേ? സോ 3w - 2w = 3. അതായത് w എന്ന് പറഞ്ഞ ആളുടെ വാല്യൂ എത്രടാ? 3 ആണ്. സോ നമുക്ക് ആരുടെയൊക്കെ വാല്യൂ കിട്ടി? എക്സിന്റെ വാല്യൂ 2 എന്ന് കിട്ടി, വൈയുടെ വാല്യൂ 4 എന്ന് കിട്ടി, ഡബ്ല്യൂയുടെ വാല്യൂ 3 എന്നും കിട്ടി. ഇനി ആകെ ബാക്കിയുള്ള ആളാരാ? z ആണ്. സോ ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നേരത്തെ പോലെ തന്നെ ഈ z-നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. സോ 3z - z = w - 1. w-ന്റെ വാല്യൂ എത്ര? 3 അല്ലേ? സോ 3 - 1 എന്നായിട്ട് മാറും. സോ 2z = 2 എന്നും ഫൈനലി z-ന്റെ വാല്യൂ 1 എന്നും കിട്ടും. സോ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായത് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, ഇക്വാലിറ്റി, ഇങ്ങനെ കുറേ കൺസെപ്റ്റ് മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നല്ല നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക, കുറഞ്ഞ എഫേർട്ടിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഗൈസ്, മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ്, അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. സോ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ 1 ഷോട്ട് സീരീസ് ചെയ്തപ്പോൾ ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. സോ ഗൈസ് ശ്രദ്ധിക്കുക, ഇതിൽ എ ഇൻവേഴ്സ് കാണുന്നതൊക്കെ ഡിറ്റർമിനന്റിന്റെ കൺസെപ്റ്റിലാണ് വരുന്നത് ആക്ച്വലി, ബട്ട് ഹെൻസ് ഫൈൻഡ് എന്നാ പറഞ്ഞത്. സോ നിങ്ങൾക്ക് ഒരു മെട്രിക്സ് തന്നിട്ട് ഇത് ഷോ ചെയ്യാനും എ ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാലുള്ള പ്രൊസീജിയർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിലൊന്നുമില്ല, a² കാണാൻ പറഞ്ഞിട്ടുണ്ട്. a² എന്ന് പറഞ്ഞാൽ എന്താ? a × a. ഈ മെട്രിക്സിനെ ഈ മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കംപ്ലീറ്റ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് മെട്രിക്സിൽ റോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, സെക്കൻഡ് മെട്രിക്സിൽ കോളം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം വെച്ചിട്ട്, അതായത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഇതാണ് a11. ഇനി a12 എന്നല്ല ഇയാളുടെ പേര്, a12. ഈ 12 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ തന്നെ സെക്കൻഡ് കോളം. സോ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം എടുക്കുന്നു. 1 × 3 3 ആണ്, 3 × 4 12 ആണ്, 3 + 12 15, അങ്ങനെ 15 കിട്ടി. ഇങ്ങനെ ഓരോ ആൾക്കാരും കണ്ട് നമ്മൾ ആരുടെ വാല്യൂ കണ്ടുപിടിച്ച് a² വാല്യൂ ഉണ്ട്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞാൽ മതി, അത് പ്രോപ്പർ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ മെട്രിക്സിന്റെ 1 ഷോട്ട് കണ്ടുനോക്കാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ അല്ലേ? സോ a² വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി a² മാത്രം പോരാ, 5a-യും 10i-യും വേണം. 5a എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ a-നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എല്ലാവരും 5 ടൈംസ് ആയിട്ട് മാറും. 10i എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ i എന്ന് പറഞ്ഞാൽ 1001, അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100010 ആവും. സോ a² ആയി, 5a ആയി, 10i ആയി. ഇനി ചെയ്യേണ്ട കാര്യം എന്താ? a² 5a കുറയ്ക്കും വേണം, അതിലേക്ക് 10i ആഡ് ചെയ്യും വേണം. സോ a² വാല്യൂ എഴുതി, 5a വാല്യൂ അവിടെ നിന്ന് കുറയ്ക്കാൻ പോവാണ്, ദെൻ 10i അതിലേക്ക് കൂട്ടാൻ പോവാ. സോ നമ്മൾ ഓരോ ആൾക്കാരും കൃത്യമായിട്ട് നോക്കി ചെയ്യണേ. ഫസ്റ്റ് ഇതാണ് -5 -5, അപ്പോൾ എത്രയായി? -5 -5 എന്ന് പറയുമ്പോൾ -10i, അതിലേക്ക് +10 വരും. അപ്പോൾ ആൻസർ എന്താ? 0. കറക്റ്റ് അല്ലേ? സോ ഫസ്റ്റ് ആളുടെ വാല്യൂ 0 കിട്ടി. ഞാൻ ആ യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്ത് നോക്കണേ. ഓക്കെ, ഇനി അടുത്ത ആൾ 15 - 15 + 0. 15 - 15 എന്ന് പറഞ്ഞാൽ 0, അതിലേക്ക് 0 ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടി. ദെൻ അഗെയിൻ
-10 -10 -10 -10 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ എന്തായി ഇത് പ്ലസ് ആവൂലേ സോ -10 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ 0 കിട്ടി സോ ഇയാളുടെ വാല്യൂ 0 കിട്ടി അവസാനം 10 - 20 അത് ശ്രദ്ധിക്കണേ 10 - 20 പ്ലസ് 10 10 - 20 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ സോറി 10 - 20 പ്ലസ് 10 ഈ 10ഉം ഈ 10ഉം പാടി 20 ആയി 20 20 കുറച്ച് 0 കിട്ടി സോ അതും 0 ആയി സോ എല്ലാവരുടെ വാല്യൂ 0 കിട്ടി ഇത് ഷോ ചെയ്യാനാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾക്ക് വേ ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പലപ്പോഴും ചോദിക്കുന്നുണ്ടോ ഇത് തന്നിട്ട് ഹെൻസ് ഫൈൻഡ് എ ഇൻവേഴ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങളില്ലടാ നമ്മൾ ഓൾറെഡി മെട്രിക്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഈ ഐ വരുന്ന ടേം അല്ലാത്ത ബാക്കി ആൾക്കാരൊക്കെ അതർ സൈഡിലേക്ക് ഉണ്ടാവുക സോ -5a അങ്ങോട്ട് പോകണം a² അങ്ങോട്ട് പോകണം -5a അങ്ങോട്ട് പോകുമ്പോൾ എന്താവും +5a ആവും a² ആകുമ്പോൾ -a² ആവും അപ്പോൾ 10i = എന്ന ഫോമിലേക്ക് നമുക്ക് ഒരാൾ കിട്ടി ഒരു കുഴപ്പമില്ലല്ലോ 10i = എന്ന ഫോമിലേക്ക് നമുക്ക് ഒരാളെ കിട്ടി ബുദ്ധിമുട്ടില്ലല്ലോ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി ഈ 10i = എന്ന ഫോമിൽ കിട്ടിയാൽ ഇങ്ങനെ ഐ വരുന്ന ആൾ ഒരു സൈഡിലും ഐ വരാത്ത ആൾക്കാർ ബാക്കി സൈഡിലായാലും പിന്നെ നിങ്ങളോട് ചോദിച്ചത് എ ഇൻവേഴ്സ് കാണാനാ എ ഇൻവേഴ്സ് കാണാൻ ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കറക്റ്റ് ഒരു പ്രൊസീജിയർ ഉണ്ട് അതിലൂടെ അല്ല പോകേണ്ടത് ഹെൻസ് ഫൈൻഡ് എന്നാ പറഞ്ഞ ഈ ഇക്വേഷൻ വെച്ച് നിങ്ങൾ എ ഇൻവേഴ്സ് കാണണം സോ നിങ്ങൾ എന്താ ചെയ്യുക ഈ ഇക്വേഷൻ ഞാൻ പറഞ്ഞതുപോലെ ഐ വരുന്ന ടേം ഒഴികെ ബാക്കി എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോകുന്നു സോ ഒരു ഇക്വേഷൻ കിട്ടി ഇനി നിങ്ങൾ എ ഇൻവേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക വിച്ച് മീൻസ് ഈ ഇക്വേഷന്റെ രണ്ട് സൈഡിലും എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ 10iനെ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 5aനെ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം a² ഞാൻ ഇന്ന് ഡീറ്റെയിൽ ചെയ്ത് a × a എന്നാക്കി അതിനും എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇനി റിസൾട്ട് ഉണ്ടടാ എയും എ ഇൻവേഴ്സും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുക ഐ ആ കിട്ടുക എന്താ കിട്ടുക ഐ കിട്ടും അപ്പോൾ ഇനി ഒരു കാര്യം കൂടി പറയാ ഐഡന്റിറ്റി മെട്രിക്സ് അതല്ല ഈ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പർ സിസ്റ്റം അതിലുള്ള 1 എന്ന് പറയുന്ന നമ്പറിന് ഇക്വലന്റാ സോ 1 എന്തൊക്കെ റോള് വഹിക്കുന്നുണ്ടോ ആ റോളൊക്കെ ഐഡന്റിറ്റി മെട്രിക്സ് ഇപ്പൊ 5 × 1 എന്താ 5 കുഴപ്പമില്ലല്ലോ അതേപോലെ a × i എന്ന് പറഞ്ഞാൽ a എന്നാ മനസ്സിലായോ സോ 10i × a ഇൻവേഴ്സ് അതപ്പോൾ 10 × a ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് 10a ഇൻവേഴ്സ് ഈക്വൽ ടു ഈ എയും എ ഇൻവേഴ്സും വന്നാൽ ഞാൻ പറഞ്ഞു അത് ഐ ആയി മാറുന്നു പറഞ്ഞു സോ ഇത് 5i ഇനി എ ഇൻവേഴ്സ് ഇവിടെ ഉണ്ട് അത് ഐ ആവും ബട്ട് a × i എന്ന ഫോമിലേക്ക് മാറും a × i ഞാൻ നേരത്തെ പറഞ്ഞു 1ന്റെ റോൾ ആണെന്ന് സോ 5i - a എന്ന ഫോമിലേക്ക് മാറും സോ ഗൈസ് 5i - a അതിൽ 5iയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ 5005 അല്ലേ a എന്ന് പറഞ്ഞാൽ ഓൾറെഡി 13 - 24 ആണ് നമുക്കറിയാം സോ 5i - a എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക 5i - a എന്ന് പറഞ്ഞാൽ 5005 നമ്മൾ ആരെ മൈനസ് ചെയ്യണം ഈ 13 - 2 നമ്മൾ എന്ത് ചെയ്യണം മൈനസ് ചെയ്യണം സോ നമുക്ക് ചെയ്ത് നോക്കിയാലോ സോ ഇത് മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൾ അതാണ് ഇവിടുത്തെ മെയിൻ കാര്യം കേട്ടോ 5i - a ചെയ്താൽ നിങ്ങൾക്ക് 10a ഇൻവേഴ്സ് ആ കിട്ടാം ഓക്കെ അല്ലേ സോ 5i - a = ഞാൻ നേരെ വാല്യൂ ഇതാണ് 5 - 1 എന്ന് പറഞ്ഞാൽ എത്ര 5 - 1 4 ആണ് 0 - 3 -3 ആണ് 0 - -2 അത് 2 ആണ് 5 - 4 1 ആണ് സോ 5i - a എന്ന് പറയുന്ന ആളുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി 4 - 3 2 ആണ് കിട്ടി ഇനി ആക്ച്വലി ഇത് 10a ഇൻവേഴ്സ് ആ സോ 10a ഇൻവേഴ്സ് = 5i - a ആണെങ്കിൽ a ഇൻവേഴ്സ് എന്ന് പറയുന്ന ആള് കിട്ടണമെങ്കിൽ ഈ 10 അങ്ങോട്ട് പോകണം കറക്റ്റ് അല്ലേ therefore നമുക്ക് എന്ത് പറയാം therefore a ഇൻവേഴ്സ് എന്ന് പറയുന്ന ആള് 5i - aയുടെ പ്ലേസിലേക്ക് എന്ത് ചെയ്യണം /10 ആയിട്ട് പോകണം ഈ /10 നമുക്ക് എന്ത് ചെയ്യാം 1/10 ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം സോ 5i - aന്റെ വാല്യൂ അവിടെ കൊടുത്തിട്ടുണ്ട് സോ 1/10 എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യണം ഇതിലേക്ക് ആഡ് ചെയ്യണം സോ a inverse is equal to 1/10 into 5i - a 5i - aയുടെ വാല്യൂ എത്ര 4 - 3 2 1 ആണ് അതിലേക്ക് 1/10 കൂടി വരും ക്ലിയർ ആണല്ലോ സോ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ക്ലിയർ ആക്കി മുന്നോട്ട് പോവുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക സോ ഗൈസ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക ഓൾറെഡി നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ അവിടെ ചെയ്തിട്ടുണ്ട് ഡിറ്റർമിനന്റിന്റെ 1 ഷോട്ടിൽ ചെയ്തിട്ടുണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും സോ ഓൾമോസ്റ്റ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ അടുത്തൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത് ഡിറ്റർമിനന്റിൽ ചോദിക്കുന്ന ഒരു 6 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണിത് നിങ്ങൾക്ക് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തരും
ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് എക്സും വൈയും സെറ്റും കാണാൻ പറയും. സോ ഇങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു 3 മെട്രിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എ എന്ന് പറയുന്ന മെട്രിക്സ്, ബി എന്ന് പറയുന്ന മെട്രിക്സ്, എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്. എ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് മെട്രിക്സ് ആണ്, ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസൾട്ട് വാല്യൂസ് ആണ്. ഫോർ എക്സാമ്പിൾ റിസൾട്ട് പറഞ്ഞാൽ ഈ ഈക്വൽ ടു അപ്പുറത്തുള്ള ആൾക്കാർ, ഇപ്പോൾ ഈ 814 നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എക്സ് എന്ന് പറഞ്ഞാൽ അൺനോൺ വാല്യൂസ്. സോ എ ബി എക്സ് 3 ആൾക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, സോ ഈ എക്സ് കിട്ടാനുള്ള കൺസെപ്റ്റ് പറഞ്ഞാൽ എ ഇൻവേഴ്സ്, ഇയാളുടെ ഇൻവേഴ്സ് കണ്ടിട്ട് ബി യോട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇൻവേഴ്സ് കാണില്ല എങ്ങനെ, 1 ഡിറ്റർമിനന്റ് എ കണ്ടിട്ട് അഡ്ജോയിന്റ് ആണ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇത്രയും പ്രൊസീജിയറാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ ഡിറ്റർമിനന്റ് എ ഫസ്റ്റ് കാണുന്നു, ഇതാണ് നമ്മളുടെ എ എന്ന് പറയുന്ന ഡിറ്റർമിനന്റ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ -17 കിട്ടും. -17 കിട്ടി. സോ ഒരു കാര്യമുണ്ട്, നമ്മൾ അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ കോഫാക്ടേഴ്സിന്റെ മെട്രിക്സ് ഉണ്ട്, കോഫാക്ടർ മെട്രിക്സ്, അതിന്റെ ട്രാൻസ്പോസാ. എങ്ങനെ കോഫാക്ടർ മെട്രിക്സ് കിട്ടുക, നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ഈ ഡിറ്റർമിനന്റ് എങ്ങനെ സോൾവ് ചെയ്യുക, അപ്പോൾ 3 കൊടുത്തിട്ടുണ്ട്, 3യുടെ റോ ആൻഡ് കോളം ഒഴിവാക്കുന്നു, ഈ ആൾ കിട്ടുന്നു. ഈ റോ ആൻഡ് കോളം ഒഴിവാക്കുമ്പോൾ കിട്ടുന്ന ആളാണ് മൈനർ എന്ന് പറയുന്ന ആള്. ഈ മൈനറിന് നമ്മൾ ഒരു സൈൻ കൺവെൻഷൻ പഠിച്ചില്ലേ നമ്മൾ, ആ സൈൻ കൺവെൻഷൻ കൊടുത്താൽ അത് കോഫാക്ടർ ആയിട്ട് മാറും. സിംപ്ലി ഞാൻ ഈ 4 സ്ഥലങ്ങൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 4 സ്ഥലങ്ങളിൽ മാത്രമേ മൈനറും കോഫാക്ടറും മാറുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും കോഫാക്ടർ എന്ന് പറയുന്നത് എന്ത് തന്നെ, മൈനർ തന്നെ. ഈ 4 സ്ഥലങ്ങളിൽ കോഫാക്ടർ എന്ന് പറഞ്ഞാൽ മൈനർ എന്താണോ കിട്ടിയത് അതിന്റെ സൈന് മാറ്റാം. അപ്പൊ ഇവിടുത്തെ മൈനർ കാണാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താ, ഇവിടുത്തെ റോ കോളം ഒഴിവാക്കുക. സോ -2 3 -3 2 എന്ന് കിട്ടി. അപ്പൊ ഇയാളുടെ ഡിറ്റർമിൻ വാല്യൂ ഉണ്ടാവും -2 × 2 -3 × 3 ഇങ്ങനെ ഉണ്ടാവും. ഇത് -4 ആണ്. സോ -4 + 9 എന്ന് കിട്ടും. സോ 5 കിട്ടി. ഈ 5 ആക്ച്വലി ഞാൻ പറഞ്ഞു -2 ഈ പൊസിഷൻ ആണ്. ഈ പൊസിഷൻ ആണെങ്കിൽ സൈന് മാറ്റണം. സോ -5 എന്നാക്കിയാൽ അവിടുത്തെ കോഫാക്ടർ ആയി. സോ ഇങ്ങനെ കംപ്ലീറ്റ് മൈനേഴ്സിന് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാ. ഇങ്ങനെ എല്ലാ മൈനറിലും നമ്മൾ എന്താണ് ഈ പറഞ്ഞ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യാൻ പോവാ. നെഗറ്റീവ് കാണുന്ന 4 സ്ഥലങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നെഗറ്റീവ് ആക്കണം എന്നല്ല, -2 കൊടുക്കണം എന്നല്ല, സൈന് ചേഞ്ച് ആക്കാം. സോ ഈ 4 സ്ഥലങ്ങൾ നമ്മുടെ യെല്ലോ കളറിൽ കൊടുത്തിട്ടുണ്ട്. ഈ 4 ആൾക്കാർ സൈന് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, കോഫാക്ടർ മെട്രിക്സ് കിട്ടും. ബാക്കി എല്ലാ സ്ഥലത്തും മൈനർ എന്താണോ അതെന്താ കോഫാക്ടർ. സോ എന്ത് കിട്ടും നമുക്ക്, -1 ഇവിടെ 8 അല്ല -8 എന്ന് എഴുതണം, ഇവിടെ -10 എന്ന് എഴുതണം. ദെൻ ഇത് -5 ആണ്, ഇത് -6 തന്നെ, ഇത് 1 ആയിട്ട് എഴുതണം. -1 ആണ്, ഇത് 9 ആക്കണം, ഇത് 7 ആണ്. ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടി, കോഫാക്ടർ മെട്രിക്സ് കിട്ടി. സിംപ്ലി ഈ മൈനേഴ്സിന് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ, സൈൻ കൺവെൻഷൻ കൊടുത്തിട്ടുള്ളൂ. സോ ഈ സെയിം ക്വസ്റ്റൻ നമ്മൾ ഓൾറെഡി മനസ്സിലോട്ട് ഡിസ്കസ് ചെയ്താണ്, ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ഫ്രീക്വന്റ് ആയിട്ട് ഈ സെയിം ക്വസ്റ്റൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ബാക്കി ക്വസ്റ്റൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? സോ ഈ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, അഡ്ജോയിന്റ് കിട്ടും. ഇങ്ങനെ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താൽ മതി. സോ ഓൾറെഡി കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ആ ട്രാൻസ്പോസ് ഇവിടെ എഴുതി കാണിക്കാം. സോ കോഫാക്ടർ മെട്രിക്സ് നമ്മൾ ഓൾറെഡി നമ്മളെ കയ്യിലുണ്ട്. സോ ഇയാളുടെ ട്രാൻസ്പോസ് ഞാൻ എടുത്ത്, സോ ഇതാണ് നമ്മളുടെ അഡ്ജോയിന്റ് എന്ന് പറയുന്ന ആള്. നോക്കണേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കണം. ഇപ്പോൾ -1 -8 -10 ഇത് ഫസ്റ്റ് കോളം ആയിട്ട് വരും. -5 -6 1 ഇത് സെക്കൻഡ് കോളം ആയിട്ട് വരും. -1 9 7 ഇത് തേർഡ് കോളം ആയിട്ട് വരും. സോ അഡ്ജോയിന്റ് നമുക്ക് കിട്ടി. ഇനി അഡ്ജോയിന്റ് കിട്ടിയ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, അഡ്ജോയിന്റിനെ ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എ ഇൻവേഴ്സ് ആയി. സോ ഇതാ ഇവിടെ എ ഇൻവേഴ്സ് ഇതാ 1 ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജോയിന്റ്. സോ അഡ്ജോയിന്റ് ഡിറ്റർമിനന്റ് ഡിവൈഡ് ചെയ്ത് നമുക്ക് എ ഇൻവേഴ്സ് കിട്ടി. ഈ എ ഇൻവേഴ്സിനെ സിംപ്ലി ബിയോണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അത്ര മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതാണ് എ ഇൻവേഴ്സ്, ഇതിനെ ബിയോണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരിക്കലും ഈ /17 ഇവിടുന്ന് ഉള്ളിലേക്ക് കൊടുക്കരുത്. അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രോബ്ലം ആ -17 ഉള്ളിലേക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. സോ ഗൈസ് ഈ 2 ആൾക്കാർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഇതൊരു 3/3 മെട്രിക്സും മറ്റേതൊരു 3/1 മെട്രിക്സാണ്. സോ ഒരു 3/3 മെട്രിക്സിന് 3/1 മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു ഗെറ്റ് അനദർ 3/1 മെട്രിക്സ്. സോറി അനദർ 1/3 മെട്രിക്സ്. 3/3 ആണ്, ഇത് 3/1 ആണ്. സോ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്, 1/3 അല്ല, എന്താണ് 3/1 മെട്രിക്സ് എന്നാ. സോ ഒരു 3/1 മെട്രിക്സ് കിട്ടി. സോ ഇത് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നമുക്ക് ചെയ്യാൻ അറിയാവുന്നതാണ്. -1 × 8 -8 ആണ്, -5 × 1 -5 ആണ്, -1 × 4 -4 ആണ്. ഇത് ചെയ്താൽ -17 കിട്ടും. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് വാല്യൂ. ഇനി സെക്കൻഡ് റോനെ ഈ കോളമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുക. സെക്കൻഡ് റോനെ ഫസ്റ്റ് കോളമായിട്ട് ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് A21 ഈ ആള് കിട്ടും. അതേപോലെ തേർഡ് റോനെ ഫസ്റ്റ് കോളമായിട്ട് ഓപ്പറേറ്റ് ചെയ്താൽ A31 കിട്ടും. A31 കിട്ടി. സോ ഈ ആൾക്കാരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, -17 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഓർ 1/-17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക.
ഡിവൈഡ് ചെയ്യാന്ന് പറയുന്നതാണ് കുറച്ചും കൂടി സ്മൂത്ത് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ആ ഒരു ഡിവിഷനിലേക്ക് എടുക്കാൻ പോകാം. 17/17 എന്ന് പറഞ്ഞാൽ 1 ആണ്, അടുത്ത 2 കിട്ടും, അടുത്ത 3 കിട്ടും. സിംപ്ലി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം നമ്മളുടെ എക്സിന്റെ വാല്യൂ 1 എന്നും വൈയുടെ വാല്യൂ 2 എന്നും സെഡിന്റെ വാല്യൂ 3 എന്നും കിട്ടി. സോ ഈ ഒരു പ്രോബ്ലം 6 മാർക്കിന് എക്സാമിന് ഷുവറാണ്, എക്സാമിന് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാ. ഇനി അഡ്ജോയിന്റ് കാണുന്ന ഒരുപാട് ഷോർട്ട് കട്ട്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വരുന്ന നമ്മളെ സെഷനിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഗൈസ് മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ആക്ച്വലി കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. സോ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത മുതൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വളരെ കുറഞ്ഞ സമയം കൊണ്ട്, ഞാൻ അതുകൊണ്ട് ആദ്യം ഇവിടെ ഇത്രയും കാര്യങ്ങൾ പ്രീസെറ്റ് ചെയ്ത് വെച്ച് ഓൾറെഡി എഴുതി വെച്ച് എക്സാം നമുക്ക് ഇനി കുറച്ച് സമയമുള്ള എക്സാമിലേക്ക്. സോ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് അറിയുന്ന പല കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തേക്കാം, പുതുതായിട്ടുള്ള പല കാര്യങ്ങൾ നിങ്ങൾ കണ്ടേക്കാം. സോ പ്രോപ്പർ ആയിട്ട് മാത്സ് ആണ് എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ നിങ്ങൾ എഴുതിക്കൊണ്ട് തന്നെ എൻ്റെ കൂടെ ഉണ്ടാവണം. ക്ലാസ് ഇങ്ങനെ കണ്ടാൽ പോരാ, പേപ്പറും പെന്നൊക്കെ എടുത്ത് കൃത്യമായിട്ട് എഴുതി മുന്നോട്ട് പോകണം. ക്ലിയർ അല്ലടാ? സോ ഗൈസ് അടുത്തൊരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ബിഫോർ ദാറ്റ് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സൈൻ എക്സ് ബൈ എക്സിന്റെ വാല്യൂ എന്താ വെൻ എക്സ് 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എന്നാ ചോദിച്ചത്. ഇത് ആക്ച്വലി +1 പഠിക്കുന്ന ഒരു ഐഡന്റിറ്റിയാ. ഇതിന്റെ വാല്യൂ വരുന്നത് 1 ആണ്. ജസ്റ്റ് ഡയറക്റ്റ് 1 എന്ന് എഴുതാം. ഓക്കെ, ഇതിന്റെ വാല്യൂ എത്ര? 1 ആണ്. ഇനി എഫ് ഓഫ് 0ന്റെ വാല്യൂ, അപ്പോൾ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0, എഫ് ഓഫ് എക്സിൽ എക്സിന് നിങ്ങൾ 0 എന്ന് കൊടുക്കുമ്പോഴാണ് എഫ് ഓഫ് 0 കിട്ടുക. എക്സ് 0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 2 ആണെന്ന് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ എഫ് ഓഫ് 0ന്റെ വാല്യൂ എന്താടാ? എഫ് ഓഫ് 0ന്റെ വാല്യൂ 2 ആണ്. സോ എഫ് ഓഫ് 0ന്റെ വാല്യൂ 2 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി ഇയാൾ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. കണ്ടിന്യൂസ് ആണ് നമ്മൾ എപ്പോഴാണ് പറയാ? എഫ് ഈസ് കണ്ടിന്യൂസ് ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു, ഇപ്പോൾ 0 എന്നുള്ള പോയിന്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എഫ് ഓഫ് 0ക്ക് ഈക്വൽ ആണ്. എഫ് ഓഫ് 0യുടെ വാല്യൂ എത്ര? അത് 2 ആ. അപ്പോൾ ലിമിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 2 എന്ന് കിട്ടണം. ചെക്ക് ചെയ്താലോ? സോ ഗൈസ് ഇവിടെ 2 ആൾക്കാരുണ്ട്, നമുക്ക് ചെയ്യാം. Therefore ഞാൻ ലിമിറ്റിന്റെ വാല്യൂ കാണാൻ പോകണം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ഇവിടെ സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് കോസ് എക്സ് എന്നുണ്ട്. സോ ആ 2 വാല്യൂസ് ഇവിടെ എഴുതണം. സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് കോസ് എക്സ് ഇത് സോൾവ് ചെയ്യണം. ദിസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സും നിങ്ങൾ ചെയ്യണം പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സ് രണ്ടും സോൾവ് ചെയ്യണം. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. അത് നിങ്ങളൊന്ന് ഓർമ്മാക്കാനാണ് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? നിങ്ങൾ അങ്ങനെ തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇയാളുടെ വാല്യൂ 1 എന്ന് കിട്ടും. ഈ കോസ് എക്സിലേക്ക് നിങ്ങൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 കോസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് 0 ആയിട്ട് മാറും. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? സോ 1 + 1 അതായത് 2 കിട്ടി. സോ ലിമിറ്റ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ 2 ആണ്. ഓൾറെഡി എഫ് ഓഫ് 0 2 ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് therefore എന്ത് പറയാം? therefore here ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ എഫ് ഓഫ് 0 എന്നാണ്, അതായത് 2 തന്നെയാണ്. therefore എഫ് ഈസ് എന്താ നമുക്ക് പറയാം? കണ്ടിന്യൂസ് ആണെന്ന് പറയില്ലേ? കണ്ടിന്യൂസ് അറ്റ് എവിടെ? എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മളെ ഫംഗ്ഷൻ എന്താണെടാ? കണ്ടിന്യൂസ് ആണ്. ക്ലിയർ അല്ലേ? സോ ഗൈസ് മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾമോസ്റ്റ് 2 ക്വസ്റ്റ്യനോട് കൂടി നമ്മുടെ സെഷൻ ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ കേട്ടോ. സോ 2 പാർട്ടായിട്ടാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ക്വസ്റ്റ്യനിൽ റൂട്ട് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് കാണാനാണ് ക്വസ്റ്റ്യൻ. സോ ഇത് ബേസിക് ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ റൂട്ട് എക്സ് ആ. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1/2 റൂട്ട് എക്സ് ആ. ക്ലിയർ അല്ലേ? റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/2 റൂട്ട് എക്സ്. ആക്ച്വലി ചെയിൻ റൂൾ എന്ന് പറയുന്ന ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇതിലുണ്ട് കേട്ടോ. സോ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. ക്ലിയർ അല്ലേ? സോ റൂട്ട് പി നിങ്ങളോട് ചോദിച്ചു. ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ് താഴെ എക്സ്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി മോള് പിയും താഴെ എക്സും അങ്ങനെ വന്നാൽ മുകളിലുള്ള ഫംഗ്ഷൻ ആരാവട്ടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് അയാളെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ റൂട്ട് പി എന്ന് പറഞ്ഞാൽ 1/2 റൂട്ട് പി. ബട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. ഇനി ചെയ്യേണ്ട കാര്യം ഈ പിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സിൽ d/dx ഓഫ് പി ചെയ്തോളണം. ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ കൂടി ഞാൻ ഇവിടെ പറയാം. അതായത് d/dx ഓഫ് സൈൻ എക്സ്. ഇവിടെ സൈൻ്റെ ഡെറിവേറ്റീവ് കോസാ. സോ സൈൻ എക്സ് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ പറയുക? കോസ് എക്സ് എന്ന് പറയാം. ബട്ട് സൈൻ വൈ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? സൈൻ വൈൻ്റെ ഡെറിവേറ്റീവ് എഴുതാം. അതെന്താ? കോസ് വൈ ആ.
അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. സൈൻ സൈൻ്റെത് കോസ് നമുക്കറിയാം, സൈൻ വൈ ആണെങ്കിൽ കോസ് വൈ എന്ന് പറയാം. ഇവിടെ സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു താഴത്ത് ഡി വൈ ആണെങ്കിൽ. ഇവിടെ താഴെ വേറെ ഫംഗ്ഷൻ ആയതുകൊണ്ട് എക്സ് ആയതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇൻറ്റു ഡി ബൈ ഡി എക്സ് എന്ന് വീണ്ടും കൊടുക്കണം. ഇനി ഈ ഫംഗ്ഷൻ എന്തില്ല, വൈയില. സോ ഡി ബൈ ഡി എക്സ് ഓഫ് വൈ എന്ന് കൊടുക്കണം. ഇതാണ് ഇവിടുത്തെ റൂൾ. ഈ റൂളിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ചെയിൻ റൂൾ എന്നൊക്കെ വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ഗൈസ് ഈ ക്വസ്റ്റ്യനിൽ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് ടാൻ എക്സ് ആണ് നമ്മൾ കാണേണ്ടത്. ഡി ബൈ ഡി എക്സ് ഓഫ് എന്താ കാണേണ്ടത്, റൂട്ട് ടാൻ എക്സ്. ചോദിച്ചോട്ടെ, നിങ്ങൾ ടാൻ എക്സിന് തൽക്കാലം നിങ്ങൾ പി ആയിട്ട് വായിക്കുക. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ പി എന്ന് വായിച്ചാൽ മതി. സോ ഇതെന്തായി മാറി, റൂട്ട് പി. റൂട്ട് പിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണുമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ, 1/2 റൂട്ട് പി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് പി. ഇനി പി എന്നോ നിങ്ങൾ പഠിച്ച ചെയിൻ റൂൾ എങ്ങനെയാ വെച്ച് നിങ്ങൾക്ക് കൊടുക്കട്ടോ. ബേസിക്കലി ഈ ഫംഗ്ഷൻ റൂട്ട് ഫംഗ്ഷനാണ്. റൂട്ട് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എന്നുള്ള രീതിയിലാണ്. സോ നിങ്ങൾക്ക് ഒരു ഐഡിയക്ക് വേണ്ടി ഞാൻ ഇയാളെ പി എന്ന് വിളിച്ചത്. സോ റൂട്ട് പിന്റെ ഡെറിവേറ്റീവ് എന്താ, 1/2 റൂട്ട് പി. സോ റൂട്ട് ടാൻ എക്സ് ആണെങ്കിൽ 1/2 റൂട്ട് പി. ബട്ട് പി എന്ന് പറയേണ്ട പകരം ആ പിയുടെ വാല്യൂ ടാൻ എക്സ് എന്ന് കൊടുക്കുക. കഴിഞ്ഞിട്ടില്ല, ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ആര് വരടാ, ടാൻ എക്സ് വരും. ഇതാണ് ചെയിൻ റൂൾ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. സോ ഗൈസ് ദിസ് ഈക്വൽ ടു 1/2 റൂട്ട് ടാൻ എക്സ് അവിടെ ഉണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് കൂടി നിങ്ങൾ കൊടുക്കണം. നമുക്ക് 1/2 റൂട്ട് പി, എന്നിട്ട് ആ പി എന്ന് പറഞ്ഞ ആളെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്നല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ 1/2 റൂട്ട് ടാൻ എക്സ് 1/2 റൂട്ട് ടാൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ്. ക്ലിയർ അല്ലേ? ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ, അത് സീക്ക് സ്ക്വയർ എക്സ് അല്ലേ? സോ ഡെറിവേറ്റീവ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് പഠിക്കണം. ഓക്കെ, സോ 1/2 റൂട്ട് ടാൻ എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ്, ഓർ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം, സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 2 റൂട്ട് ടാൻ എക്സ്. ഓക്കെ അല്ലേ? സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, വേറെ അതായത് ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ ആക്ച്വലി ഇത് കോമ്പോസിഷനാ. FOG എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് റൂട്ട് ടാൻ എക്സ്. റൂട്ട് എക്സിന്റെയും ടാൻ എക്സിന്റെയും കോമ്പോസിഷൻ ആണ് റൂട്ട് ടാൻ എക്സ്. ഈ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയിൻ റൂൾ വെച്ച് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ നമ്മൾ ഫൈനൽ ആൻസർ എന്താ, സീക്ക് സ്ക്വയർ എക്സ് ബൈ റൂട്ട് ടാൻ എക്സ്. ക്ലിയർ ആണല്ലോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കാൻ പോവാ. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ആളെ നമ്മൾ സോൾവ് ചെയ്ത്, അടുത്ത ആളരാ ഡി വൈ ബൈ ഡി എക്സ് കാണാം. ബട്ട് വൈ എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് 1 - x² ബൈ 1 + x². ഇൻവേഴ്സ് ട്രിഗണോമെട്രി വെച്ചിട്ട് നിങ്ങളോട് ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ, ഓൾറെഡി നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിന്റെ വൺ ഷോട്ടിൽ ചെയ്തിട്ടുണ്ട്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിന്റെ അല്ല, നമ്മൾ ഇന്നലത്തെ സെഷനിൽ അല്ലേ, ഇന്നലത്തെ സെഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയും ഇതേപോലെ ഡെറിവേറ്റീവ്സ് മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ ഡെറിവേറ്റീവിന്റെ ക്വസ്റ്റ്യൻ ഇൻവേഴ്സ് ട്രിഗണോമെട്രി മിക്സ്ഡ് ആയിട്ട് കണ്ടാൽ ഉറപ്പിച്ച് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. സോ ഇയാളെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒന്ന് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റേണ്ടി വരും. ശ്രദ്ധിച്ചോളേ. സോ ഗൈസ് കോസ് ഇൻവേഴ്സ് 1 - x² ബൈ 1 + x². സോ ഞാൻ ചെയ്യാൻ പോകുന്നത് 1 - tan square theta ബൈ 1 + tan square theta എന്ന് പറഞ്ഞിട്ട് ഒരു cos 2 theta ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതൊന്ന് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്ക്. ഈ 1 - x², 1 + x², എക്സിന് ഞാൻ ടാൻ തീറ്റ എന്ന് കൊടുത്താൽ എന്താ സംഭവിക്കുക, ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോടാ. ശ്രദ്ധിച്ചോളണേ. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. നല്ല പോലെ ശ്രദ്ധിച്ചോളണം. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ നിങ്ങൾ എപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഉടനെ അയാളെ ഒന്ന് ഇൻവേഴ്സ് ആക്കി എക്സ്പ്രസ് ചെയ്യണം. ഈ ടാൻ എന്ന് പറയുന്ന ആളൊന്ന് അങ്ങോട്ട് കൊണ്ടുപോവാം, അവിടെ തീറ്റ മാത്രം ബാക്കിയാവും. ടാൻ അങ്ങോട്ട് പോകുമ്പോൾ ടാൻ ഇൻവേഴ്സ് എന്ന ഫോമിലേക്ക് മാറും. സോ ഗൈസ് ദർഫോർ നമുക്ക് പറയാം ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് തീറ്റ എന്ന് പറയുന്ന ആള്. ക്ലിയർ ആയോ? സോ ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് തീറ്റ എന്ന് പറയുന്ന ആള്. ക്ലിയർ ആണല്ലോ? സോ ഗൈസ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ പോവാം. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പ്രൊസീഡ് ചെയ്യാൻ പോവാണ്. സോ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ, then tan inverse x ആണെന്ത്, തീറ്റ എന്ന് പറയുന്ന ആള്. സോ നമ്മളുടെ ഈ ഒരു y എന്ന് പറയുന്ന ആൾ എന്തായി മാറും, therefore cos inverse (1 - x² divided by 1 + x²) എന്തായിട്ട് മാറും. അവിടെ എക്സ് കാണുന്ന രണ്ട് സ്ഥലമുണ്ട്, ആ രണ്ട് സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ. ദിസ് ബിക്കംസ് cos inverse 1 - x² എന്ന് പറയണ്ട, പകരം ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ മതി. കാരണം എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ ആണ്. അപ്പോൾ x² എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ടാൻ സ്ക്വയർ തീറ്റ
ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. അവിടെ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് പരിചയമുണ്ടോ? 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് കണ്ടാൽ മനസ്സിലാക്കിക്കോ, അത് ആരാടാ? cos 2 തീറ്റ ആണ്. സോ cos 2 തീറ്റേൻ്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ cos ഇൻവേഴ്സ് cos 2 തീറ്റ ആയിട്ട് നമുക്ക് ഇയാളെ മാറ്റി കൊടുക്കാം അല്ലേ? കാരണം cos 2 തീറ്റേൻ്റെ ഇക്വേഷൻ ആണത്. സോ cos ഇൻവേഴ്സ് ആ ഉള്ളിലുള്ള ആളാരായി മാറി? cos 2 തീറ്റ. കോസ് ഇൻവേഴ്സും കോസും നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിന് കുറച്ച് കണ്ടീഷൻ ഉണ്ട്. ഓൾറെഡി നമ്മൾ ഇന്നലത്തെ നമ്മളെ എന്താണ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറയുന്ന ആൾ കട്ടാവുന്ന റീജിയൻ, അതേപോലെ കോസ് ഇൻവേഴ്സ് കോസ് എക്സ് എന്ന് പറയുന്ന ആൾ നമുക്ക് എക്സ് എന്ന് വിളിക്കാൻ പറ്റും. കണ്ടീഷൻ ഉണ്ട്. ഈ എക്സ് എന്ന് പറഞ്ഞ ആൾ ബിലോങ്സ് ടു 0 to π, അതായത് അവിടുത്തെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൻ്റെ ഉള്ളിലായിരിക്കണം. സോ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൻ്റെ ഉള്ളിലാണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യേണ്ടത് പെർട്ടിക്കുലർ ആയിട്ടുള്ള വാല്യൂസ് വരുമ്പോഴാണ്. എന്താ പെർട്ടിക്കുലർ വാല്യൂ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോസ് ഇൻവേഴ്സ് കോസ് ഒരു 2π/3, ഇപ്പോൾ 2π/3 എന്നൊരു വാല്യൂ 2π/3 എന്ന് പറഞ്ഞാൽ 2 × 60, അതായത് 120. സോ 120 എന്ന് പറഞ്ഞാൽ 0ൻ്റെയും π എന്ന് പറഞ്ഞാൽ 180 അല്ലേ? സോ 0 to π ഇതിൻ്റെ ഉള്ളിലല്ലേ 120 ഉള്ളത്, അപ്പോൾ കുഴപ്പമില്ല. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡയറക്റ്റ് 2π/3 ചെയ്താൽ. ഇങ്ങനെ നിങ്ങൾ കൊടുക്കേണ്ടത് പെർട്ടിക്കുലർ വാല്യൂസ് വരുമ്പോഴാണ്. ഇപ്പൊ ജനറലി ചോദിക്കാം, ഇവിടെ എക്സ് എന്നും അതേപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ജനറൽ കേസിൽ നിങ്ങൾ അതിനെ പറ്റി വറീഡ് ആവേണ്ട. ഓൾറെഡി നമ്മൾ ഇന്നലെ ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിൽ സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ ചെയ്തിട്ടുണ്ട്. അവിടെ സൈൻ ഇൻവേഴ്സും സൈൻ നമ്മൾ കട്ട് ചെയ്ത് ഡയറക്റ്റ് 2 തീറ്റ എന്നുള്ള ഫോമിലേക്ക് പോയിട്ടുണ്ട്. ഈ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലാകുമ്പോൾ വാല്യൂ ഡയറക്റ്റ് 2 തീറ്റയ്ക്ക് ഈക്വൽ ആകുന്ന. ക്ലിയർ അല്ലേ? സോ കോസ് ഇൻവേഴ്സ് കോസ് 2 തീറ്റ എന്ന് പറയുന്ന ആളുടെ വാല്യൂ എന്തിലേക്ക് നീങ്ങും? 2 തീറ്റ ആയിട്ട് മാറും. ഞാൻ ഓൾറെഡി പറഞ്ഞ് ഇതിവിടെ ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇനിയാണ് അടുത്ത പ്രശ്നം. തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എവിടെയും കാണിച്ചു തരാൻ പറ്റുമോ? ഒരിക്കലില്ല. തീറ്റനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. സോ ഈ തീറ്റ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? റീകോൾ ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ തീറ്റ തിരിച്ചു കൊടുക്കാൻ പോകണം. തീറ്റ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. സോ ദിസ് ഈക്വൽ ടു 2 × ടാൻ ഇൻവേഴ്സ് എക്സ്. സോ ഗൈസ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? therefore നമുക്കൊരു കാര്യം മനസ്സിലായി, y is equal to cos inverse 1 minus x square divided by 1 plus x square എന്ന് പറയുന്ന ആൾ ആക്ച്വലി 2 tan inverse x ആണ്. സോ നമ്മളെ ക്വസ്റ്റ്യനിൽ ഈ വൈയുടെ ഡെറിവേറ്റീവ് കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ഈ സാധനം വീണ്ടും ഒന്ന് നെക്സ്റ്റ് പേജിൽ നിന്ന് എഴുതിയിട്ട് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറയാൻ പോവാണ്, ശ്രദ്ധിച്ചോളെ. സോ ഗൈസ് y എന്ന് പറയുന്ന ആൾ നമുക്ക് കിട്ടി. ക്വസ്റ്റ്യനിൽ ചോദിച്ചെന്താ? ഡെറിവേറ്റീവ് കാണാനാ. d/dx ഓഫ് y കാണാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. കറക്റ്റ് അല്ലേ? d/dx ഓഫ് y എന്ന് പറഞ്ഞ ആളാരാ? കോസ് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. നിങ്ങൾ ഒരിക്കലും ഈ സാധനം ഡയറക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു എൻഡും കിട്ടില്ല. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ദിസ് ഈക്വൽ ടു d/dx അതുപോലെ ഉണ്ട്. കോസ് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ആള് ഇക്വലന്റ് ആയിട്ട് നമുക്ക് ആരെ കിട്ടി? 2 tan inverse x കിട്ടിയില്ലേ? സോ ക്വസ്റ്റ്യൻ എന്തായി മാറി? d/dx ഓഫ് 2 tan inverse x എന്ന ഫോമിലേക്ക് ക്വസ്റ്റ്യൻ മാറി. 2 × tan inverse x. സോ ഇതാണ് നമ്മളുടെ dy/dx എന്ന് പറയുന്ന ആള്. സോ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്തൂടെ? അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, 2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഉണ്ട്. കോൺസ്റ്റന്റ് നമ്മൾ എന്താ ചെയ്യല്? പൊതുവെ പുറത്തേക്കാക്കും അല്ലേ? സോ ഈക്വൽ ടു 2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഔട്ട് സൈഡ് വന്ന് 2 × d/dx ഓഫ് tan inverse x എന്ന ഫോമിലേക്ക് മാറി. tan inverse x ന്റെ ഡെറിവേറ്റീവ് പക്ക ഡയറക്റ്റ് റിസൾട്ടാ. എന്താ tan inverse x ന്റെ ഡെറിവേറ്റീവ്? 1/1 പ്ലസ് എക്സ് സ്ക്വയർ എന്നല്ലേ? സോ ദിസ് ഈക്വൽ ടു ഡയറക്റ്റ് നമ്മൾ റിസൾട്ടിലേക്ക് എത്താൻ പോവാട്ടോ. ദിസ് ഈക്വൽ ടു 2 × ആ 2 × അതുപോലെ ഉണ്ട് 2 × tan inverse x ന്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഓർ ന്യൂമറേറ്ററിലെ 2ഉം 1 മൾട്ടിപ്ലൈ ചെയ്താൽ 2 എന്ന ഫോമിലേക്ക് മാറും. 2/1 പ്ലസ് എക്സ് സ്ക്വയർ. ഇതാണ് നമ്മളുടെ y എന്ന് പറയുന്ന ഇയാളുടെ ഡെറിവേറ്റീവ്. സോ ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടെ എക്സ്പെക്ട് ചെയ്യാം? ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ എക്സ്പെക്ട് ചെയ്യാം. സോ ഗൈസ് ഇതോടുകൂടി നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് ടേം എക്സാമിനേഷൻ്റെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ സീരീസ് ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഓരോ ചാപ്റ്ററിലും നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിലാണ് ബുദ്ധിമുട്ടുള്ളത് ആ ചാപ്റ്ററിൻ്റെ നമ്മളുടെ ക്ലാസ് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കുക. അത് പ്രോപ്പറായിട്ട് അതിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഡെലിവർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ക്ലാസ്സിൻ്റെ നോട്ട്സോ
ബാക്കി എന്ത് റിലേറ്റഡ് കാര്യങ്ങൾ കിട്ടാണ്ട് നിങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ക്ലാസ്സിലേക്ക് നിങ്ങൾ വിളിച്ചുകൊണ്ടിരണം. സോ ഇതുപോലുള്ള അടിപൊളി ക്ലാസ് ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ഗൈസ്, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. സോ താങ്ക് യു ഫോർ ജോയിനിങ് മീ. ബൈ.